നമ്മളെ പൊന്നൂൻ്റെ നിക്കാഹാണ്. പൊന്നു ആരാന്ന് വെച്ചാൽ നമ്മളെ ഉപ്പൻ്റെ അനിയൻ്റെ മോളാണ്. പൊന്നു ഇപ്പോൾ നിക്കാഹിലേക്ക് എന്ത് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പുയ്യാപ്പിളക്കും ടീമിനുള്ള പുഡിങ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത്. എൻ്റെ കൂടെ അനുവും തസ്നിയും സുമിയും എല്ലാവരും കൂടിക്കിന് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഹരാക്കി കഴിഞ്ഞ് പുഡിങ് അങ്ങ് ഉണ്ടാക്കി. പുഡിങ് ഇപ്പോൾ എന്തൊക്കെ അതിന് നട്ടി ബബിൾ പുഡിങ് ഉണ്ടാക്കി, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി, പിന്നെ ഫ്രൂട്ട് സലാഡ് പുഡിങ് അല്ല കേട്ടോ, ഞാൻ അതിനാരും ട്രോളണ്ട. പിന്നെ ഇളനീ പുഡിങ് ഉണ്ടാക്കി, ഓറിയോ പുഡിങ് ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി. ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം ഒക്കെ കൂടി ടൈമില്ലായിരുന്നു. അപ്പോൾ ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിക്കാഹ് നമ്മൾ അടിച്ച് പൊളിച്ച് കഴിഞ്ഞ് ഇൻട്രോ എടുക്കാൻ സമയം കിട്ടായിട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇൻട്രോ കുത്തിയിരുന്ന് അങ്ങനെ എടുക്കുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തടിയനും തടിച്ചിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇളനീ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഇളനീൻ്റെ കമ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മിക്സിയിൽ നല്ലോണം അരിച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടൻസ് മിൽക്കും നമ്മളെ ചൈന ഗ്രാസ്. അപ്പോൾ ഒന്ന് 3 പുഡിങ് ഉണ്ടാക്കാൻ ഉണ്ടായതുകൊണ്ട് തസ്നിയും അനുവും ഒക്കെ എനിക്ക് ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഈ ക്രീം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുക്കത് അവിടെ പാല് തിളപ്പിച്ച് തൂക്കാൻ പോയി. അപ്പോൾ അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും മധുരത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പഞ്ചസാരയും ഒക്കെ ഒന്ന് ആഡ് ചെയ്തെടുത്ത് നമ്മളെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒക്കെ കൂടി 2 കൈക്കും പണിയാണ്. ഏതായാലും ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി പാലിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് അത് ഞാൻ ആഡ് ചെയ്യുമ്പോൾക്ക് ഒരു 2 കൂടി അവിടെ ക്രീമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിച്ചിങ്ങാൻ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിക്കാൻ ശ്രമിക്കാണ് ഗൈസ്. പക്ഷെ 2 കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പറയും നല്ലോണം ടൈറ്റ് ആയിക്കുന്നു, ഒരാൾ പറയുന്നത് നല്ലോണം ആയില്ല എന്നൊക്കെ. അപ്പം അതിൻ്റെ ഒരു തർക്കത്തിലൊക്കെ ആണുള്ളത്. എന്നിട്ട് പാത്രം കമഴ്ത്തി കാണിച്ചു കൊടുക്കുകയും ഒക്കെ കൂടിയാണ്. സെറ്റായി. നമ്മളെ ക്രീം ഏതായാലും ഒരു സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിലേക്ക് കണ്ടൻസ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നമ്മളെ പാല് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഇളനീൻ്റെ മിക്സ് അങ്ങ് ആഡ് ചെയ്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ട്രേയിലേക്ക്, നമ്മളെ പുഡിങ് ട്രേയിലേക്ക് അത് ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഇളനീ പുഡിങ്ങിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങ് മാറ്റി വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് അടുത്ത പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. ബൂസ്റ്റിൽ മുക്കിയ ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ബൂസ്റ്റിൽ നന്നായിട്ട് മുക്കിയിട്ട് കുറച്ച് ബൂസ്റ്റ് അതിന് തന്നെ പോക്കി അത് നന്നായിട്ട് പരത്തി അമർത്തി ട്രേയിലും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രേൻ്റെ രീതിക്ക് അനുസരിച്ച് ബ്രെഡ് കട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഏതായാലും അതിൻ്റെ വക്കൊക്കെ ഒഴിവാക്കി ഫസ്റ്റ് ലെയർ നമ്മൾ സെറ്റാക്കി ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ നട്ടി ബബിൾ പുഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 ക്രീമിൻ്റെതായതുകൊണ്ട് കുറച്ച് ക്രീം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫസ്റ്റ് ലെയർ നമ്മൾ ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ ക്രീം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ബദമൊക്കെ ആയിട്ട് അരിഞ്ഞ ചെയ്യുന്നുണ്ടായിരുന്നു തസ്നിയും കൂടി. ഇപ്പോൾ പണികളൊക്കെ ഞാൻ ചെയ്ത് കട്ടിയുള്ള പണിയൊക്കെ വരെ ഏൽപ്പിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോലെ അരിഞ്ഞ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇടുന്ന പണിയുള്ളൂ. അതൊക്കെ ചെയ്ത് അടുത്ത ലെയർ നമ്മൾ ബ്രെഡ് സെറ്റ് ചെയ്ത ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ക്രീമൊക്കെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് 2 ലെയറും സെറ്റാക്കി. നമ്മൾ നേരത്തെ ചെയ്ത ലെയറിന്റെ പോലെ തന്നെയാണ് ഇപ്പോൾ ഇതും ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചേഞ്ച് ഓഫ് ഓൺലി ഡെവലപ്മെന്റ് 2 ലെയറും സെറ്റാക്കി നമ്മളെ നട്ടി ബബിൾ ഏകദേശം പണി തീർന്നെന്നൊക്കെ പറയാം. പിന്നെ ഈ ബൂസ്റ്റ് പൊടി അരിപ്പ വെച്ചിട്ട് ഞാൻ അങ്ങനെ കുറേ തട്ടിയിട്ടും കൊണ്ട് ഒഴിക്കുന്നില്ല. നട്ടി ബബിളിൻ്റെ ആ ബബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഗണാഷ് ഉണ്ടാക്കാൻ മടിയായിട്ട് ഇവർ 2 കൂടി പറഞ്ഞു ഐഡിയാണ് കണ്ടൻസ് മിൽക്ക് നമ്മൾ ബബിളിന് പകരം യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് കുറച്ച് മടിയും ഉണ്ടായി. അങ്ങനെ ഏതായാലും കണ്ടൻസ് മിൽക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബബിൾ ഏതായാലും കൊളായിരിക്കുന്നു. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ട് അതും അവിടെ മാറ്റി വെച്ച് നമ്മൾ അടുത്ത പുഡിങ്ങിലേക്ക് ചാടി. അടുത്ത നമ്മൾ ഓറിയോ പുഡിങ്ങാണ്. അപ്പോൾ കുറച്ച് 2 സ്പൂണ് ബട്ടർ എടുത്തിട്ട് നന്നായി മെൽറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഓറിയോ പൊടിച്ചത് കുറേ അങ്ങിട്ട് 2 സ്പൂണൊക്കെ അതിന് ഞാൻ മെഷർമെൻറ്റ് വിചാരിച്ച്
പക്ഷെ ഇട്ടപ്പോൾ ബട്ടർ മാത്രം കൂടുതലായി നിൽക്കുന്ന പോലെ. അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആയി നിങ്ങൾ കാണുന്ന ആ ഒരു ലെവലാണ് വരെ ഞാൻ ഓറിയോൻ്റെ ആ ബിസ്ക്കറ്റ് പൊടിച്ച പൊടി നല്ലോണം അതിലേക്ക് ഇട്ട് ഫിൽറ്റർ എടുത്തിട്ട് അത് നന്നായിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഓറിയോൻ്റെ പൊടിച്ച് വെച്ച പൊടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംഭവം ഷൂട്ട് ചെയ്യാൻ മറന്നു. അപ്പോൾ ഏതായാലും കുറച്ച് പൊടി നമ്മൾ ആ ക്രീമിലും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ പൊടിച്ച് വിതറി ആ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളെ നട്ടി ബബിൾ പുഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി പുഡിങ്ങും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സിങ്കാ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരുടെ കൈകളും ഈ പുഡിങ്ങിൻ്റെ പുറകിലുണ്ട് ഏതായാലും. അപ്പോൾ നമ്മളെ പൊന്നൂൻ്റെ നിക്കായിലേക്കുള്ള 3 പുഡിങ്ങും സെറ്റാക്കി നാളെ പൊന്നൂൻ്റെ നിക്കായിന് പോയി അടിച്ച് പൊളിച്ചാലിന് ഏതായാലും. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ല നമ്മളെ പുഡിങ്ങിൻ്റെ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ അതൊന്നും ആരും മറക്കണ്ട. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് തരാനുണ്ടെങ്കിലൊക്കെ പതിവ് പോലെ തന്നെ ഒരു മാറ്റമില്ല. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്. തടിയനും തടിച്ചിരിക്കുമ്പോൾ പോവും.